ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ സൺഡേ ക്ലീനിങ് വീഡിയോ ആണ്. എൻ്റെ ഒപ്പം ക്ലീൻ ചെയ്യാൻ ഇന്ന് ഒരാളും കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഹായ് പറഞ്ഞേ, ഹായ് പറയ് കുഞ്ചുസേ, കുഞ്ചുസേ ഹായ് പറഞ്ഞേ. ഹായ് ഹായ്. ഇവനുണ്ട് കേട്ടോ നമ്മളൊന്ന് ചിന്നി ക്ലീൻ ചെയ്യാൻ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ആ ജനൽ വൃത്തിയാക്കാം. ജനലിലാണ് നിറച്ച് പൊടിയൊക്കെ ഉള്ളത്. ആദ്യം നമുക്കത് നോക്കാം. ആദ്യം നമുക്ക് ഈ ജനലിൻ്റെ കർട്ടൻ ഇടുന്ന കമ്പി ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അതിൻ്റെ ഞാനിപ്പോൾ കർട്ടനൊന്നും അഴിക്കുന്നില്ല, അഴിക്കാതെ ജസ്റ്റ് ഒന്ന് കർട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കിയിട്ടാണ് വൃത്തിയാക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഈ ജനലിലൊക്കെ ഒന്ന് തുറക്കാം. തുറന്നിട്ട് അതിൻ്റെ കമ്പിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഞാനൊരു തുണി വെച്ചിട്ടാണ് ഇപ്പോൾ തുറക്കുന്നത്, എന്നാലും ശരിക്കും ക്ലിയറായിട്ട് പോകും. ഇല്ലെങ്കിൽ പൊടി അവിടെയൊക്കെ തന്നെ ബാക്കി ഉണ്ടാവും. ആദ്യം ഈ ജനലിൻ്റെ സൈഡിലൊന്ന് വൃത്തിയാക്കി ആ ഇടയ്ക്കൊക്കെ മാറാല പിടിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കമ്പിയൊക്കെ ഒന്ന് ഉരച്ച് പിടിക്കഴിഞ്ഞ് തുണി കൊണ്ട് പിടിച്ചാൽ തന്നെ നല്ല ക്ലിയറായിട്ട് പോവും. അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലാതെ മറ്റേ മാറാല കളയുന്ന സാധനത്തിനെ കൊണ്ടൊന്നും ചെയ്താൽ പെട്ടെന്ന് അങ്ങനെ വൃത്തിയാക്കിയിട്ടില്ല. ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ബാക്കിൽ നിന്നെല്ലാം ഒച്ച കേൾക്കും. അത് വീട്ടുകാരുടെ ഒച്ചയാണ്, പിന്നെ കിളിയുടെ ശബ്ദമുണ്ടാവും. ഇനി അടുത്തത് ഈ ജനലാണ് വൃത്തിയാക്കാനുള്ളത്. അല്പം അവിടെ ലൈറ്റിൻ്റെ ഒരു കുറച്ച് ലൈറ്റ് ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇനി നമുക്ക് ഈ സൈഡിലെ മാറാലയൊക്കെ വൃത്തിയാക്കണം. നമ്മളെ നാട്ടിൽ ഇതിന് വണ്ണാമ്പല എന്നാണ് പറയുന്നത്. അതിന് ഞാൻ ഈ വണ്ണാമ്പലകളിൽ നിന്ന് സാധനത്തോണ്ട് ആണ് വൃത്തിയാക്കുന്നത്. ജസ്റ്റ് എല്ലാ മൂലകളും ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഇത് എൻ്റെ മോൻ്റെ ഡ്രസ്സും അതിൻ്റെ പൗഡർ ചീപ്പ് അതൊക്കെ വെക്കുന്ന തട്ടാണ് ഓൺലൈനിൽ നിന്ന് വാങ്ങിയത്. അതും ജസ്റ്റ് അതിൻ്റെ സൈഡിലൊക്കെ പൊടിയാണ്, അതുകൊണ്ട് അതും ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. ഇത് മാറ്റിയിട്ട് തന്നെ തുടക്കണം. അങ്ങനെ അതിൻ്റെ മൂലക്കലും സൈഡിൽ കോർണറിലൊക്കെ ഭയങ്കര വൃത്തികേടായിട്ടുണ്ട്, പൊടി പിടിച്ചിട്ടുണ്ട്. നല്ല ഉപകാരമുള്ള സാധനമാണ്. കുറേ ചെറിയ കുട്ടികളുടെ ഡ്രസ്സൊക്കെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും. എനിക്കിപ്പോൾ ഒരു 1.5 വയസ്സുള്ള മോനാണ് ഉള്ളത്. അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തുണിയും എല്ലാം വൃത്തിയായിട്ട് തന്നെ വെക്കാൻ പറ്റുന്നുണ്ട്.
ഇത് വാങ്ങുമ്പോൾ 1000 സംതിങ് ആയിരുന്നു രൂപ വന്നത്. ഇന്നലെ കബോർഡ് ഒന്ന് തുടക്കുന്നുണ്ട്. അതിൻ്റെ പുറകിലൊക്കെ നിറച്ചും പൊടിയാണ്. അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ പഴയ ബുക്കൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്, നോട്ട് ബുക്കും കാര്യങ്ങളെല്ലാം. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് അടിച്ച് വാരിയതിന് ശേഷം ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. കാരണം തുടച്ചതുകൊണ്ട് അവിടെ നിറച്ചും പൊടിയായിരിക്കും ബെഡ്ഷീറ്റിലൊക്കെ. അതുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ മാറ്റുന്നുണ്ട്. പില്ലോ കവറും എല്ലാം റിമൂവ് ആക്കുന്നുണ്ട്. ആ കട്ടിലിൽ അമ്മമ്മ കിടക്കൽ. ഈ റൂമിൽ 2 കട്ടിലുണ്ട്. ഇപ്പുറത്തെ കട്ടിലിൽ ഞാനും കുഞ്ഞും കിടക്കും, ആ കട്ടിലിൽ അമ്മമ്മ കിടക്കും. അതുകൊണ്ട് 2 കട്ടിലിന് ബെഡ്ഷീറ്റിലും പൊടിയായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് മാറ്റിയെന്ന്. അതുപോലെ ഈ ബെഡ്ഷീറ്റ് ഞാൻ മാറ്റി. അതിൻ്റെ മേലെ പൊടി ഉണ്ടായി. ഞാൻ ജസ്റ്റ് ആ ബെഡ്ഷീറ്റോടെ തന്നെ ഒന്ന് തട്ടിക്കളയുന്നു. അതിനുശേഷം ഈ റൂമൊക്കെ ഒന്ന് അടിച്ച് വാരണം. കട്ടിലിൻ്റെ അടിയിലൊക്കെ പൊടിയായിട്ടുണ്ട്. അതെല്ലാം ഒന്ന് മാറ്റി എന്തായാലും ഒന്ന് പൊടി തട്ടിയെടുത്താൽ മാച്ചിന നമ്മളിവിടെ പറയൽ. ചൂലിനെ കൊണ്ടെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം. അത് കഴിഞ്ഞ് ഒന്ന് തുടക്കുന്നുണ്ട്. ബക്കറ്റിൽ ലിക്വിഡ് ആക്കിയിട്ടാണ് ഞാൻ തുടക്കൽ. തുടച്ചിട്ടില്ലെങ്കിൽ ഇവിടെയൊക്കെ കൂടി അങ്ങനെ തന്നെ ബാക്കിയുണ്ടാവും. അതുകൊണ്ട് തുടക്കുക. ഇത് നമ്മളെ 2ാമത്തെ റൂമാണ്. ഈ റൂമിൽ അച്ഛനാണ് കിടക്കൽ. ഇവിടെ പിന്നെ മഴ സെൻസൈഡിൽ ആവുന്നതുകൊണ്ട് സെൻസൈഡിലേക്ക് വിള്ളൽ വന്നിട്ടുണ്ട്. ഇതിപ്പം ഉള്ളിലേക്ക് കടന്നിട്ട് ഇതിൻ്റെ ജനലും ഞാൻ വൃത്തിയാക്കി. ഈ റൂമിന് 2 ജനലാണുള്ളത്, 3 കാലുകളിൽ. അപ്പം ആ 2 ജനലും ഞാൻ വൃത്തിയാക്കി എടുക്കുകയാണ്, പൊടിയൊക്കെ കളഞ്ഞ്.
ഈ നൗസിയുടെ കോലം കൊണ്ട് ഇവിടെ എന്നും വായിക്കുന്നതാണ്. അവൻ അവൻ്റെ ബുക്കൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതെല്ലാം ഒന്ന് മാറ്റി ഒന്ന് തുടച്ചെടുത്ത് ബുക്കൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. ബുക്കൊക്കെ എടുത്ത് വെച്ച് സെറ്റാക്കി വെച്ചു. അതിനുശേഷം ഈ റൂമൊക്കെ ഒന്ന് അടിച്ച് വാരി ഫുൾ മോൻ്റെ കളി സാധനമെല്ലാം അന്ന് കട്ടിൻ്റെ അടിയിൽ. റൂമൊക്കെ ഒന്ന് അടിച്ച് വാരി നിറച്ച് പൊടിയാണ്. പിന്നെ പേപ്പർ കഷ്ണമുണ്ട് ഇഷ്ടം പോലെ. നമ്മൾ ടൈൽസിൽ ഇതുപോലത്തെ ഈർക്കിൽ മാച്ചാണ് യൂസ് ചെയ്യൽ. ഇതാവുമ്പോൾ അടിക്കാനൊരു സുഖമാണ്. മറ്റേതൊന്നും കയ്യിൽ പിടിച്ചാൽ ഒതുങ്ങില്ല, അടിക്കാനൊരു രസമുള്ള ഇതില്ല. പക്ഷേ ഇത് ടൈൽസിൽ യൂസ് ചെയ്തുവിടാന്ന് കുറേ പേര് പറയലുണ്ട്. ഈർക്കിൽ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വെച്ചു. ജസ്റ്റ് മോപ്പ് ഉപയോഗിച്ചിട്ട് ഈ റൂമൊന്ന് ക്ലീനാക്കി. ഇത് നമ്മളെ ഹോളാണ്. അവിടെ അമ്മയും അനിയനും കൂടിയൊക്കെ കിടക്കൽ. അനിയൻ താഴെ കിടക്കും, അമ്മ കട്ടിലിൻ്റെ മേലെ കിടക്കും. മോൻ്റെ കളിസാധനം ഫുള്ള് ടേബിളിൻ്റെ മേലെ നിരത്തി വെച്ചിട്ടായിരുന്നത്. അവിടെ അടിച്ച് വാരുന്നൊന്നും നിങ്ങളെ ഞാൻ കാണിച്ചില്ല. ജസ്റ്റ് അടിച്ച് വാരി ഞാൻ കൊടുത്തില്ല. അത് കഴിഞ്ഞ് തുടക്കുന്ന വീഡിയോ ആണ് കാണിച്ചത്. ഇവിടെയും കൂടി ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. ബാക്കി എല്ലാ സ്ഥലം ഇപ്പോൾ ക്ലീനാക്കി കഴിഞ്ഞു. പിന്നെ സിറ്റ് ഔട്ട് ഉണ്ട്. സിറ്റ് ഔട്ടിൽ ഇപ്പം വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അവിടെ വീഡിയോ എടുത്തില്ല. സിറ്റ് ഔട്ടൊന്ന് ക്ലീനാക്കി. അതിൻ്റെ അടിയിൽ എല്ലായിടത്തും തുടക്കണം, ഇല്ലെങ്കിൽ പൊടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും.
തുടച്ച് വൃത്തിയാക്കി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ.